നമ്മുടെ ജീവിതത്തിൽ പണമുണ്ട്, അധികാരമുണ്ട്, അതുപോലെ നല്ലൊരു കുടുംബമുണ്ട്, മക്കളൊക്കെ നന്നായി നല്ല രീതിയിൽ പോകുന്നു എന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഓക്കെയാണ്. അപ്പം ഇതിനോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം എൻ്റെ കൂടെയുണ്ടോ എന്ന് ചിന്തിക്കണം. ദൈവം എൻ്റെ കൂടെയില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായാലും മനസ്സിങ്ങനെ അസ്വസ്ഥപ്പെടും, നിരാശയുണ്ടാകും, ഇടയ്ക്കൊക്കെ ഇങ്ങനെ മനസ്സ് പതറിപ്പോകും, ആത്മഹത്യ ചിന്തകളൊക്കെ ഇങ്ങനെ വരും. എല്ലാം ഉണ്ട്, പക്ഷേ എന്തോ ഒരു നിരാശ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇതാണ് മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ദിവസങ്ങൾ നമുക്കറിയാം, പേപ്പറുകളൊക്കെ വായനകൾ വരുമ്പോൾ നമുക്കറിയാം, ഇത്രയേ ഉള്ളൂ, ഇത്രയും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർക്ക് സന്തോഷമില്ല, ആത്മഹത്യ ചെയ്തു. ഒന്ന് മാത്രമേ ചിന്തിച്ചാൽ മതി, കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കലേക്ക് കടന്നു വരട്ടെ. അതൊരു ശൂന്യതയാണ്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വെക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ശൂന്യതയുണ്ടാകും. ആ ശൂന്യത നികത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ അരികിൽ എനിക്ക് സ്ഥാനമുണ്ടോ എന്ന് ചിന്തിക്കുക. എന്തൊക്കെ നേടിയാലും ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണോ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൂടെയായാൽ മാത്രമേ ഒരു ആത്മീയ സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ. മറ്റുള്ളതൊക്കെ സന്തോഷം തന്നെയാണ്, പക്ഷെ യഥാർത്ഥ ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. അതും കൂടി നമുക്ക് വേണം കേട്ടോ. അല്ലാതെ മറ്റൊക്കെ സേഫായി എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ, ജോലിയായി അല്ലെങ്കിൽ കുടുംബമായി മക്കളൊക്കെ ഓക്കെയായി എന്ന് ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോകാം. അത് മാത്രമല്ല സേഫ്, ഇതും കൂടി ഒരു സേഫായി ഞാൻ ദൈവത്തിൻ്റെ കൂടെയാകുക. അതാണ് യഥാർത്ഥ സന്തോഷം. അതാണ് ആ ദാഹം തീർക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. പ്രാർത്ഥിക്കാം.